അറ്റ്ലാന്റിക് സമുദ്രമാകെ തിളച്ചുമറിയുകയാണ്. ആർട്ടിക്കിലെ ഹിമപാളികൾ ഇന്നുരുകുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമല്ല, മറിച്ച് വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചൂടേറ്റുകൂടിയാണ്. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം ഇന്ന് അമേരിക്കയെയും യൂറോപ്പിനെയും രണ്ട് ചേരികളിലാക്കിയിരിക്കുന്നു. എന്നാൽ ഗ്രീൻലാൻഡിനെ നോട്ടമിട്ടുള്ള അമേരിക്കൻ ഇടപെടൽ ട്രംപ് അധികാരത്തിന് പിന്നാലെ ഉണ്ടായ നീക്കം മാത്രമാണോ? ഒരിക്കലുമല്ല. 19-ാം നൂറ്റാണ്ട് മുതൽ അമേരിക്കയുടെ അധിനിവേശ റഡാറിലായ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. പലകുറി പാളിപ്പോയ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കൈവിട്ട കളിയാണ് ട്രംപ് ഇന്ന് നടത്തുന്നത്. 1860കളിലെ അമേരിക്കൻ സിവിൽ വാറിനു ശേഷം 67-ൽ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസന് കീഴിൽ പസഫിക്കിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. അതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നും $7.2 മില്യൺ അലാസ്ക അമേരിക്ക വാങ്ങുന്നു. ഈ കച്ചവടത്തിന് ചുക്കാൻ പിടിച്ച അന്നത്തെ ട്രഷറി സെക്രട്ടറി റോബർട്ട് ജെ വാക്കർ അലാസ്കയ്ക്കൊപ്പം ഒരു പ്രദേശത്തെ കൂടി നോട്ടമിട്ടിരുന്നു, ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിന്റെ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്തും ധാതു കലവറയുമായിരുന്നു അമേരിക്കൻ അധിനിവേശത്തിന്റെ കണ്ണ് ആ ദ്വീപിലേക്ക് പതിയാനുള്ള പ്രധാന കാരണം. എന്നാൽ ഡെൻമാർക്കിന്റെ കോളനിയായിരുന്ന ദ്വീപ് കൈക്കലാക്കാൻ അമേരിക്കയ്ക്ക് അന്ന് സാധിച്ചില്ല. പിന്നീട് 1910-ൽ ഡെൻമാർക്കിലെ അമേരിക്കൻ അംബാസിഡർ പുതിയ നിർദ്ദേശവുമായി രംഗത്ത് വന്നു. അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന ഫിലിപ്പീൻസിലെ മിൻഡനാബോ ദ്വീപ് ഡെൻമാർക്കിന് കൈമാറുക, പകരം ഗ്രീൻലാൻഡ് നേടിയെടുക്കുക. കച്ചവടത്തോട് ഡെൻമാർക്ക് വിമുഖത കാട്ടിയതോടെ ആ പദ്ധതിയും ദയനീയമായി പാളി. തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവിലാണ് അമേരിക്കക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രദേശത്ത് രൂപപ്പെട്ടു വരുന്നത്. ഡെൻമാർക്ക് കീഴടക്കി നാസി ജർമ്മനി മുന്നേറിയപ്പോൾ സുരക്ഷയുടെ പേരിൽ അമേരിക്ക ഗ്രീൻലാൻഡിൽ സൈനിക താവളങ്ങൾ ആരംഭിച്ചു. അത്തരത്തിൽ അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങളിൽ ഒന്നാണ് ഇന്നും ഗ്രീൻലാൻഡിലുള്ള അമേരിക്കയുടെ പിറ്റുഫിക് സൈനിക താവളം. യുദ്ധാനന്തരം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളും അവരുടെ കോളനികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ അവസരം മുതലാക്കി അമേരിക്ക വീണ്ടും ഗ്രീൻലാൻഡ് കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി രംഗത്ത് വരുന്നത്. അന്ന് പ്രസിഡന്റ് ഹാരി ട്രൂമാൻ $100 മില്യൺ ഡെൻമാർക്കിന് ഓഫർ ചെയ്തത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അമേരിക്കൻ വിലപേശലിൽ വീഴാൻ കൂട്ടാക്കിയില്ല ഡെൻമാർക്ക്. യുദ്ധാനന്തരം ലോകക്രമത്തിലുണ്ടായ മാറ്റങ്ങളും സോവിയറ്റ് യൂണിയൻ എന്ന ബൃഹത്തായ ബദലിന്റെ വളർച്ചയും ആർട്ടിക് അന്റാർട്ടിക് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രീൻലാൻഡ് എന്ന ദ്വീപ് അപ്പോഴേക്കും അമേരിക്കയെ സംബന്ധിച്ച് വലിയ സൈനിക പ്രാധാന്യമുള്ള പ്രദേശമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിനെ സ്വാധീനിക്കാൻ പല ഓഫറുകളും അമേരിക്ക പിന്നെയും മുന്നോട്ട് വെച്ചു. അപ്പോഴും ഗ്രീൻലാൻഡ് പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരുന്ന ഡാനിഷ് ഭരണകൂടം എന്നാൽ അമേരിക്കക്ക് ദ്വീപിൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ അനുവാദം നൽകി. ശീതയുദ്ധത്തിന്റെ കാലമായപ്പോഴേക്കും ഗ്രീൻലാൻഡിനു മേലുള്ള അമേരിക്കൻ നീക്കങ്ങൾ കൂടുതൽ ശക്തമായി. സോവിയറ്റ് ഭയത്താൽ ഒരു ഘട്ടത്തിൽ അമേരിക്ക ഗ്രീൻലാൻഡിൽ ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിക്കുന്നതിനു വരെ കോപ്പുകൂട്ടിയിരുന്നു. എന്നാൽ ഡെൻമാർക്കിന്റെ എതിർപ്പും ചില സാങ്കേതിക തകരാറുകൾ മൂലവും ആ നീക്കത്തിൽ നിന്നും അവസാന നിമിഷം അമേരിക്ക പിന്മാറുകയാണ് ഉണ്ടായത്. 1979-ൽ റഫറൻഡത്തിലൂടെ ഗ്രീൻലാൻഡ് അർദ്ധ സ്വയംഭരണാധികാരം നേടിയിട്ടും പ്രദേശത്തിനു നേരെയുള്ള അമേരിക്കൻ സ്വേച്ഛാധിപത്യ താൽപര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് ഒന്നാം ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ അനവധി നടത്തിയതും ഇന്ന് അറ്റ്ലാന്റിക് പ്രദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തി ഒരു അധിനിവേശ ശ്രമത്തിനായി കോപ്പുകൂട്ടുന്നതും. ലോക പോലീസ് ചമഞ്ഞ് പരമാധികാര രാഷ്ട്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയിട്ടുള്ള സൈനിക സാമ്പത്തിക കടന്നുകയറ്റങ്ങളൊക്കെയും അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അതിന് സമാധാന പുനഃസ്ഥാപനമായോ ജനാധിപത്യവുമായോ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇറാഖിലും അഫ്ഗാനിലും ലിബിയയിലും പനാമയിലും തുടങ്ങി വെനസ്വേലയിൽ വരെ എത്തി നിൽക്കുന്ന ഈ ചൂഷണത്തിന്റെ തുടർച്ച തന്നെയാണ് ഗ്രീൻലാൻഡ്.